discuss is on the strategies of interdisciplinary research across sciences and technologies. Our Honorable Chief Minister used to say that we have to start doing without waiting for everything ready beforehand, because things will start coming as a result of our initiatives. The advisory committee also says that let us start doing research with whatever we have and be deserving to be demanding for policy change, funds, whatsoever. With these words, it's my privilege to welcome the Honorable Chief Minister who will inaugurate the program. Hearty welcome to you, sir. Hearty welcome to the esteemed Minister for Higher Education, Dr. Bindu, who chairs this meeting. Hearty welcome to you. Hearty welcome to the Honorable Minister, Sri P. Rajiv. Hearty welcome to you. Hearty welcome to Professor Salim Yusuf, our guest. Welcome to Honorable Vice Chancellor, Professor Madhusudanan. Welcome to all the Vice Chancellors, distinguished scholars, doctors from various medical colleges, engineers, researchers. Welcome one and all once again. Thank you. Yes, I am extremely sorry. You are doing on my behalf, so it's okay. Yes, I forgot to offer welcome to Professor Samir Kumar Brahmachari. Well, Thank you, sir. അധ്യക്ഷ പ്രഭാഷണത്തിന് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഉദ്ഘാടകൻ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ, സ്വാഗതം ആശംസിച്ച ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ബഹുമാന്യനായ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ, ഇവിടെ നമുക്ക് സന്ദേശം നൽകുന്ന ബഹുമാന്യനായ ഡോക്ടർ എം.എസ്. വലിയത്താൻ, ബഹുമാന്യനായ ഡോക്ടർ സമീർ കുമാർ ബ്രഹ്മചാരി, ബഹുമാന്യനായ ഡോക്ടർ സലിം യൂസഫ്, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാന്യനായ മന്ത്രി ശ്രീ പി. രാജീവ്, ബഹുമാന്യനായ വൈസ് ചാൻസലർ ഡോക്ടർ മധുസൂദനൻ, ബഹുമാന്യനായ ശ്രീ രാജൻ വർഗീസ്, പ്രിയമുള്ള അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ഗവേഷകരെ, മറ്റ് ബഹുമാന്യരെ, നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കും എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് കേരള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവേഷണ മേഖലയിൽ കാലാനുസാരിയായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാര വർധനവിന് ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളെ എങ്ങനെ ഏറ്റവും ഗുണപരമായ വിധത്തിൽ വിനിയോഗിക്കാം എന്നുള്ള പരിശോധന ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങളെ പ്രായോഗിക തലത്തിലേക്ക് പരാവർത്തനം ചെയ്യുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ചിന് ലോകതലത്തിൽ തന്നെ കൈവന്നുകൊണ്ടിരിക്കുന്ന പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് ആ മേഖലയിൽ കാലികമായിട്ടുള്ള പ്രവണതകളെ സംബന്ധിച്ചും ഈ ദിശയിലുള്ള ഏറ്റവും പുതിയ മുന്നേറ്റങ്ങളെ സംബന്ധിച്ചും കേരളത്തിലെ ഗവേഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനാണ് ഈ ദ്വിദിന വർക്ക്ഷോപ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത ജനസമൂഹങ്ങളുടേതിന് കിടപിടിക്കുന്ന തരത്തിലാവണം
നവകേരള സമൂഹത്തിലേത് എന്നാണ് വിഭാവനം ചെയ്യപ്പെടുന്നത്. അതിന് സഹായകരമായ രീതിയിൽ ഏറ്റവും നൂതനമായ ഗവേഷണ ഫലങ്ങളെ പ്രായോഗിക ജീവിതത്തിലേക്ക് സമന്വയിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അടിസ്ഥാന മേഖലകളായിട്ടുള്ള ആരോഗ്യം, കൃഷി, വ്യവസായം ഇത്യാദി മേഖലകളിലൊക്കെ ജനജീവിതം കൂടുതൽ ഗുണാത്മകമാക്കാൻ കഴിയുന്ന വിധത്തിൽ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഈ ഗവേഷണങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതും ഇൻ്റർ ഡിസിപ്ലിനറി, ക്രോസ് ഡിസിപ്ലിനറി സമീപനത്തോടുകൂടി വിവിധ വൈജ്ഞാനിക മേഖലകളിലെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ആദാനപ്രദാനം സാധ്യമാക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ട്രാൻസ്ലേഷണൽ റിസർച്ച് സംസ്ഥാനത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. 120 കോടി രൂപയാണ് ബജറ്റിൽ അതിനായിട്ട് നീക്കിവയ്ക്കപ്പെട്ടിട്ടുള്ളത്. 6 സർവകലാശാലകൾക്കായിട്ട് ഈ 120 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ട്രാൻസ്ലേഷണൽ റിസർച്ചിനുള്ള സൗകര്യങ്ങൾ സൃഷ്ടിക്കണം എന്നാണ് സർക്കാർ അഭിലഷിക്കുന്നത്. ഈ മേഖലയിൽ ദിശാബോധം നൽകുന്നതിന് പര്യാപ്തരായിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസിനെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ദ്വിദിന സമ്മേളനം നടത്താൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് അത്യന്തം അഭിമാനകരമാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്തെ ഗവേഷണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് അഖിലേന്ത്യാ തലത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ലബ്ധപ്രതിഷ്ഠ നേടിയിട്ടുള്ള ബഹുമാന്യ വ്യക്തികളാണ് എന്നുള്ളത് ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്. മെഡിക്കൽ രംഗത്ത് ഫ്രം ബെഞ്ച് ടു ബെഡ് സൈഡ് എന്നുള്ള ആ പ്രയോഗത്തിലൂടെ ഇതിനകം തന്നെ മോളിക്കുലാർ ബയോസയൻസസിൻ്റെയൊക്കെ രംഗത്ത് നടക്കുന്ന ഏറ്റവും പുതിയ ഗവേഷണങ്ങളെ ട്രീറ്റ്മെൻറ്റുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ രംഗത്തൊക്കെ തന്നെ ക്ലിനിക്കലായ ആക്ടിവിറ്റീസിനെയും ലാബോറട്ടറികളിലെ ഗവേഷണങ്ങളെയും സാർത്ഥകമായ വിധത്തിൽ എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് ഏറ്റവും നല്ല പഠനങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ അധികം കാലതാമസമില്ലാതെ ലാബുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നേരിട്ട് ബെഡ് സൈഡിലേക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള കാൽവയ്പ്പുകൾ കേരളത്തിലും നമുക്ക് നടത്തേണ്ടതുണ്ട്. ഡയഗ്നോസിസിൻ്റെ മേഖലയിലായാലും ട്രീറ്റ്മെൻറ്റിൻ്റെ മേഖലയിലായാലും ഒക്കെ തന്നെ ഏറ്റവും പുതിയ ഗവേഷണ ഫലങ്ങളെ സമന്വയിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് രോഗങ്ങൾ അതിവേഗതയിൽ പടർന്നു പിടിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും മുൻഗണനയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്നുള്ളത് കൊണ്ടാണ് മെഡിക്കൽ സയൻസിൻ്റെ മേഖലയിൽ ഗവേഷണാത്മക പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്ന രീതിയിൽ ട്രാൻസ്ലേഷണൽ റിസർച്ചിനെ സംബന്ധിച്ച അന്വേഷണങ്ങൾ നമ്മൾ ആ മേഖലയിൽ തുടങ്ങി വയ്ക്കുന്നത്. ആ മേഖലയിൽ മാത്രമല്ല, പൊതുവിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രംഗത്ത് ട്രാൻസ്ലേഷണൽ റിസർച്ച് നൽകുന്ന ഏറ്റവും പുത്തൻ സംഭാവനകളെ, ഏറ്റവും പുതിയ ദിശാബോധത്തെ കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള നിരവധി പരിശീലന പരിപാടികൾ തുടർന്നങ്ങോട്ട് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സംഘടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഗവേഷണ രംഗത്തെ സമീപന രീതികളിൽ, ഈ രീതിശാസ്ത്രങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റം വരേണ്ടതുണ്ട്. കാലഹരണപ്പെട്ട രീതിശാസ്ത്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും പുതിയതായിട്ടുള്ള, നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ അതിന് അനുസൃതമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണം. ആരോഗ്യത്തിൻ്റെ മേഖല ഏറ്റവും സത്വരമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മേഖലയാണ് എന്നുള്ളത് കൊണ്ട് നാം അവിടെ തുടങ്ങുന്നു എന്ന് മാത്രം. എല്ലാ ഡിസിപ്ലിൻസിലും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മേഖലയിൽ പ്രത്യേകിച്ച് വലിയ ഊന്നൽ നൽകിക്കൊണ്ട് ട്രാൻസ്ലേഷണൽ റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന സമീപനമാണ് ഈ സന്ദർഭത്തിൽ സർക്കാർ സ്വീകരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ഹൃദയംഗമമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട് നാളെ നമ്മുടെ നവകേരളത്തിൻ്റെ രൂപീകരണത്തിലും അതിൻ്റെ മുന്നോട്ട് പോക്കിലും ഏറ്റവും മുന്നിൽ നിന്ന് പതാകവാഹകരായി നയിക്കാൻ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന യുവ ഗവേഷകർക്കും
അധ്യാപക സുഹൃത്തുക്കൾക്കുമൊക്കെ കഴിയട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഉദ്ഘാടന പ്രഭാഷണത്തിനായി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും അറിയപ്പെടുന്ന ഒട്ടേറെ വിദഗ്ധർ പങ്കെടുക്കുന്ന ഒരു വർക്ക്ഷോപ്പാണിത്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിപാടിയായി തന്നെ ഇതിനെ നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങളിലും ദേശീയ ശ്രദ്ധയും ചില കാര്യങ്ങളിൽ അന്തർദേശീയ ശ്രദ്ധയും അതിൻ്റേതായ അംഗീകാരവുമൊക്കെ ലഭിച്ചിട്ടുള്ളൊരു നാടാണ്. പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യ രംഗം, ഇവിടെ ഉണ്ടായിട്ടുള്ള വികസന കാര്യങ്ങൾ, നമ്മുടെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള പുരോഗതി, ആരോഗ്യമേഖലയിൽ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എത്രത്തോളമാണ് എന്ന് കഴിഞ്ഞ കോവിഡിൻ്റെ വലിയ വ്യാപനം നടന്നപ്പോൾ ലോകത്തിന് തന്നെ ബോധ്യമായൊരു കാര്യമാണ്. വികസിത രാഷ്ട്രങ്ങളിൽ പലതും കോവിഡിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിലും കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾക്കപ്പുറം കോവിഡിന് കടക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ഘട്ടത്തിലെല്ലാം നാം ഒരുക്കിയ സൗകര്യങ്ങൾ പിന്നെയും ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു. ചില വികസിത രാഷ്ട്രങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. രോഗികൾ ചെല്ലുമ്പോൾ വെന്റിലേറ്ററും മറ്റും ഒഴിവില്ലാത്തൊരു സാഹചര്യം. ഏതായാലും അത്തരമൊരു ഘട്ടം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ പ്രത്യേകത തന്നെയായിരുന്നു. പ്രത്യേകിച്ച് തൊട്ട് മുന്നിലുള്ള വർഷങ്ങളിൽ ആർദ്രം മിഷൻ്റെ ഭാഗമായി കേരളത്തിലെ ആരോഗ്യ മേഖലയെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ നാം നടത്തിയ പ്രവർത്തനങ്ങളും ആ ഘട്ടത്തിൽ ഗുണം ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് എല്ലായിടങ്ങളിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ എല്ലായിടങ്ങളിലും ഉള്ളതുപോലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളല്ല കേരളത്തിലുള്ളത്. യഥാർത്ഥത്തിൽ പ്രാദേശിക ഗവൺമെൻറ്റായി പ്രവർത്തിക്കാനുള്ള സമ്പത്തും അധികാരവും തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് പകർന്നു കിട്ടിയ നാടാണിത്.
അതോടൊപ്പം തന്നെ സുസ്ഥിര വികസനത്തിൽ നാം നേടിയിട്ടുള്ള പുരോഗതി, കൂടുതൽ കാലാനുസൃതമായ വികസനത്തിലേക്ക് നീങ്ങാനുള്ള നമ്മുടെ ആഗ്രഹം, അതിൻ്റെ ഭാഗമായി സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനമെന്ന കാഴ്ചപ്പാടോടെ നാം നടത്തിയ പ്രവർത്തനം, അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ ഭാഗമായി നവകേരളം സൃഷ്ടിക്കുന്നതിന് നാം നടത്തുന്ന ശ്രമങ്ങൾ, ഇതിനെല്ലാം പുറമെ നമ്മുടെ നാട് വലിയൊരു ശ്രമത്തിലൂടെ സമ്പൂർണ്ണ സാക്ഷരത നേടിയത്. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ട് എന്ന് പറയുമ്പോഴും സമ്പൂർണ്ണ സാക്ഷരത സമൂഹത്തിൻ്റെ ആകെ ഇടപെടലിലൂടെയാണ് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. എല്ലാറ്റിനും മേലെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിക്കുന്നവർ പലപ്പോഴും ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ അത്തരം ഭയം തീണ്ടാതെ ജീവിക്കാൻ കഴിയുന്ന സെക്കുലർ അന്തരീക്ഷം, മതനിരപേക്ഷത അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു നാട്, അതിൻ്റെ ഭാഗമായുള്ള ശാസ്ത്രീയാഭിമുഖ്യം കൂടുതൽ കൂടുതൽ വളർത്തിയെടുക്കാനുള്ള ശ്രമം, ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ നമ്മുടെ നാട്ടിലുമുണ്ട്. പക്ഷേ മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ശാസ്ത്രീയ സമീപനം കൂടുതൽ വ്യാപകമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഖ്യാതി നേടാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഇതിൽ വിദ്യാഭ്യാസ രംഗത്ത് നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കാലാനുസൃതമായ നേട്ടങ്ങൾ നമുക്ക് ആർജിക്കാനായില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചത്. ഇന്ന് പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന ആരും വേദനിക്കേണ്ട അവസ്ഥയില്ല. കാരണം നല്ല നിലയിൽ പൊതുവിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോവുകയാണ്. ഇനിയും പുരോഗതി ആർജിക്കേണ്ടതുണ്ട്. അത് ആർജിക്കാനാകും എന്ന് സമൂഹമാകെ പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണിപ്പോൾ. അതോടൊപ്പം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും നല്ല പുരോഗതി നേടിയ രംഗമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കാലാനുസൃതമായ പുരോഗതി നേടേണ്ടതായിട്ടുണ്ട്. അടുത്ത കാലത്തായി കേരളത്തിൽ ഉയർന്നു വരുന്നൊരു ചർച്ച, നമ്മുടെ കുട്ടികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു, വലിയ തോതിൽ വിദേശത്തേക്ക് പോകുന്നു, രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഇത് നേരത്തെ തന്നെ കണ്ടുകൊണ്ട് പരിഹാരം കാണാൻ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന
ഒരു പ്രശ്നമാണ്. പക്ഷെ നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കുട്ടികൾ വലിയ തോതിൽ പഠിക്കാൻ പോകുന്നൊരു സ്ഥലമാണ് ഡൽഹി. ഡൽഹിയും ഹരിയാനയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഹരിയാനയിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മുഖ്യമന്ത്രിമാരുടെ കോൺഫറൻസിൽ പറയുന്നത് ഞാൻ കേട്ടു. അവർ പറയുന്നത് അവരുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നത്. ധാരാളം കുട്ടികൾ വിദേശത്താണ്. ആ പ്രശ്നം അവർ അവതരിപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ അവതരിപ്പിക്കുന്നൊരു പ്രശ്നമാണിത്. അതെന്തുകൊണ്ടാണ്? ഡൽഹിയിൽ ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്നാർക്കും പറയാൻ പറ്റില്ല. ഹരിയാനയിൽ നിന്ന് ഡൽഹിയിൽ പോകാൻ വലിയ ദൂരവുമില്ല. പക്ഷേ കൂടുതൽ നല്ലത് എവിടെയാണോ അവിടത്തേക്ക് പോകാനുള്ള താല്പര്യം കുട്ടികൾ കാണിക്കുന്നുണ്ട്. ഇത് നാം കാണണം. നാം ശ്രമിക്കുന്നത് ആ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ നല്ല മാറ്റം ഈ ശ്രമം ആരംഭിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെയും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നാക് അക്രഡിറ്റേഷനിലൊക്കെ വന്നിട്ടുള്ള പുരോഗതി കാണിക്കുന്നത്. ഇതുപോരാ, ഇനിയും മെച്ചപ്പെടണം. ആ കൂട്ടത്തിൽ ഗവേഷണ രംഗം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മാറാൻ കഴിയണമെന്ന് തന്നെയാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുറവ് നാം കൃത്യമായി കാണണം. നേരത്തെ നാം കണ്ടത് ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഒരു 500 പേർക്ക് കൊടുക്കാൻ കഴിയണമെന്നായിരുന്നു. പക്ഷേ ഈ വർഷം വെച്ചാൽ ഇപ്പം നടപ്പ് വർഷം ഒരു 150 പേർക്ക് നൽകാമെന്ന നിലപാടെടുത്തു. കൊടുത്തു വന്നപ്പോൾ 70 പേരെയാണ് കിട്ടിയത്. ഇത് നമ്മൾ കാണണം. 150 പേർക്ക് ഈ വർഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും 70 പേർക്ക് ഇത്തവണ നമുക്ക് കൊടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഗവേഷണ രംഗം കൂടുതൽ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്, കൂടുതൽ വിപുലമാകേണ്ടതായിട്ടുണ്ട്. നിങ്ങളാണ് അതിലുള്ള വിദഗ്ധർ. ഞാനിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇന്നുള്ള കുറവുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അത്തരം ഗവേഷണങ്ങൾ നാടിന് ആവശ്യമായിട്ടുള്ളത് കൂടിയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ചില നേരത്തെയുള്ള അനുഭവത്തിൽ നിന്നാണ് അതിനും നാം തുടക്കം കുറിച്ചത്. നമ്മുടെ കുട്ടികൾ ഇവിടെ ഒരു സ്ഥാപന മേധാവി പറഞ്ഞു, ഇൻ്റർവ്യൂവിന് വിളിച്ചു. പക്ഷേ കേരളത്തിൽ നിന്ന കുട്ടികൾക്ക് അതിൽ ആവശ്യമായ യോഗ്യത നേടാൻ പറ്റിയില്ല. കാരണം അവരുടെ സ്ഥാപനത്തിന് ആവശ്യമായ തരത്തിലുള്ള കഴിവ് ഈ കുട്ടികൾക്ക് ആർജിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കോഴ്സുകൾ ഏത് തരത്തിൽ വേണ്ടതുണ്ട് അതിപ്പോൾ ചിലയിടങ്ങളിൽ ആരംഭം കുറിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യമായ സ്കിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഈ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ ആരംഭിച്ചതും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ കൂടെയാണ് ഗവേഷണം കൂടുതൽ മെച്ചപ്പെട്ടു വരേണ്ടത്. നാടിൻ്റെ വിവിധ മേഖലയിൽ വിവിധ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കാർഷിക രംഗം കേരളത്തിൽ വളരെ പ്രധാനമാണ്. നമ്മുടെ ആരോഗ്യരംഗമുണ്ട്, മറ്റ് രംഗങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം ഗവേഷണത്തിൻ്റെ ഫലം എത്തിപ്പെടാൻ കഴിയണം. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ഗവേഷണങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. അതിനാവശ്യമായ പ്രോത്സാഹനം
വലിയ തോതിൽ നൽകുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ടോ എന്നുള്ളതും നിങ്ങൾ ഈ കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടു പോകണം. മറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഒരു കാര്യവും കൂടി പറയാനുള്ള, ഒരു 12 മണിക്ക് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമെന്നായിരുന്നു കരുതിയത്. അപ്പോൾ ഇനി എന്നെ പോകാനും കൂടി അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സർ. അടുത്തതായി ബഹുമാനപ്പെട്ട വ്യവസായ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യായ മുഖ്യമന്ത്രി, ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ബഹുമാന്യായ ഗുരുക്കൾ സാർ, VC, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന ഒരു ഉത്തരവാദിത്ത നിർവഹണമാണ് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഏറ്റെടുത്തിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനായ മുഖ്യമന്ത്രി വിഭാവനം ചെയ്യുന്ന വിജ്ഞാന അധിഷ്ഠിത സമൂഹത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ പതാകവാഹകരായ സർവകലാശാലകളെ ശരിയായ ദിശാബോധത്തിലേക്ക് നയിക്കുന്നതിന് കൂടി സഹായകരമായിരിക്കും ഈ വർക്ക്ഷോപ്പ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഇവിടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റിത്തീർക്കുന്ന പ്രക്രിയ ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ മുന്നുപാധിയാണ്. വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റും ശ്രമിക്കുന്നത് ഈ കണക്ട് ശക്തിപ്പെടുത്താനാണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള കണക്ട്, അത് എങ്ങനെ ശക്തിപ്പെടുത്താൻ കഴിയും, അതിൻ്റെ മുന്നുപാധിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന തീം എന്നുള്ളത്. ഈ ട്രാൻസ്ഫോമിങ്, എങ്ങനെ ഗവേഷണം എങ്ങനെ വാണിജ്യ രൂപത്തിലേക്ക് കൊണ്ടുവരാം. ഞങ്ങൾ രണ്ട് വശം കാണുന്നുണ്ട്. ഇൻഡസ്ട്രി ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്താൽ അതിന് ഉത്തരം നൽകാൻ കഴിയുന്ന കരുത്ത് നമ്മുടെ ഗവേഷക സ്ഥാപനങ്ങൾക്കുണ്ടാകണം. കേരള സർവകലാശാലയുടെ രൂപീകരണ ഘട്ടത്തിൻ്റെ അനുഭവം കഴിഞ്ഞ ദിവസം ഒരാൾ പങ്കുവയ്ക്കുകയുണ്ടായി. യുദ്ധ കാലഘട്ടത്തിൽ ഡീസലിന് വലിയ ക്ഷാമമുണ്ടായി. ഡീസലിന് ക്ഷാമത്തെ തുടർന്ന് അന്നത്തെ തിരുവിതാംകൂറിൽ വാഹനങ്ങളൊന്നും ഓടിക്കാൻ പറ്റാത്ത പ്രത്യേക സാഹചര്യം വന്നു. അന്ന് ഉത്തരം നൽകിയത് കേരള സർവകലാശാലയാണ്. ഇപ്പം നമ്മൾ കത്തിച്ച് കളയുന്ന തെങ്ങിൻ തടിയിൽ നിന്ന് ചാർക്കോൾ ഉണ്ടാക്കി ആ ചാർക്കോൾ ഇന്ധനമാക്കിക്കൊണ്ടുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് അന്ന് തിരുവനന്തപുരം നഗരത്തിലൂടെ ഓടിയത്. അന്നത്തെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന കരുത്ത് കേരള സർവകലാശാലയ്ക്ക് ഉണ്ടായിരുന്നു എന്നതാണ് ആ ചരിത്ര അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും. വാക്സിൻ്റെ പ്രശ്നം വന്നപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ ലോകം തിരിഞ്ഞത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ആദ്യം വാക്സിൻ വികസിപ്പിച്ച് മഹാമാരിയിൽ നിന്ന് ലോകത്തെ പ്രതീക്ഷയുടെ മണ്ഡലത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്. ഇവിടെയും ICSR പോലെയുള്ള ഗവേഷക സ്ഥാപനങ്ങളാണ് വ്യവസായങ്ങളുമായി ചേർന്ന് തന്നെ ബയോകോൺ പോലെയുള്ള സ്ഥാപനങ്ങളുമായി ചേർന്ന് വാക്സിൻ വികസിപ്പിച്ചിട്ടുള്ളത്. അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആ അനുഭവങ്ങളാണ് ഈ പുതിയ കാലത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനുള്ള പ്രയോഗ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറേണ്ടത്. എന്നാൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഒന്നും ചെയ്യാതെ നിൽക്കുകയാണോ? ഇപ്പോൾ ചില അഭിപ്രായം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. നമ്മളെല്ലാവരും പറയുന്നുണ്ട് പുറത്തേക്കുള്ള ഒഴുക്ക് കൂടുന്നുണ്ട്. പുറത്തേക്കുള്ള ഒഴുക്ക് കൂടുന്നതിനെ
കുട്ടികൾ പോകുന്ന ഒറ്റ ഐസൊലേറ്റഡ് ആയിട്ട് ഒരു അനാലിസിസിലേക്ക് പോകരുതെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നേരത്തെ പണ്ടൊക്കെ വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ ആദ്യം ആ കുട്ടിയോട് നമ്മൾ ചോദിക്കാറുള്ള ചോദ്യം ഏത് രാജ്യത്തേക്കാണെന്ന് പോലുമല്ല, ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണെന്നാണ്. ഓക്സ്ഫോർഡാണോ, കേംബ്രിഡ്ജാണോ, യേലാണോ, MIT ആണോ, ഹാർവാർഡാണോ? ഇന്ന് ഏത് കോളേജിൽ നിന്ന് പോകുന്ന ആൾക്ക് പോലും അറിയില്ല. UK പോകുന്നു, എവിടെ പഠിക്കാൻ പോകുന്നത്, എന്താ കരിക്കുലം? അപ്പം അത് ഒരു ഡിഗ്രിക്ക് അപ്പുറത്ത് മറ്റ് പലതും കൂടിയുണ്ട്. ഞാൻ ഇന്നലെ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി, സിറ്റിസൺഷിപ്പ് ഉപേക്ഷിച്ചവരുടെ ഏറ്റവും കൂടുതലുള്ള എണ്ണം ഈ കഴിഞ്ഞ വർഷമാണെന്നുള്ളതാണ്. ഇന്ത്യയിൽ പാർലമെൻറ്റിൽ നൽകിയ മറുപടി മാധ്യമങ്ങൾ കാണുകയുണ്ടായി. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പുറത്തുള്ളവർ ഉപേക്ഷിച്ചതിൻ്റെ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായി. പല സാമൂഹിക ഘടകങ്ങളുണ്ട്, ഒപ്പം തന്നെ തൊഴിൽ, ഇതിനോടൊപ്പമുള്ള മറ്റ് സാധ്യതകൾ, ഇതിനോടൊപ്പം നമ്മുടെ നിലവാരക്കുറവും ഒരു ഘടകമാണ്. അത് മാത്രമാണ് എന്ന വിലയിരുത്തലേക്ക് എത്തുന്നത് തീർത്തും കേവലമായ ഒരു വിശകലനത്തെ ആധാരമാക്കിയിട്ടുള്ള നിഗമനമായിരിക്കും. പിന്നെ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ രാവിലെ തുടങ്ങിയതാണ്. കേരളത്തിൻ്റേതായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാൽ ഈ അനുഭവങ്ങൾ നമുക്ക് വേണ്ടത്ര ഷോക്കേസ് ചെയ്യാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പുതിയ വ്യവസായ നയത്തിൻ്റെ കരടിൻ്റെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് നിരവധി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒപ്പീനിയൻ തേടുകയുണ്ടായി. അപ്പം അതിൽ ഞങ്ങൾ മെഡിക്കൽ ഡിവൈസസ്, ഫാർമസ്യൂട്ടിക്കൽസ്, അപ്പോൾ അത് കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായൊരു ആങ്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇത് ശ്രീചിത്രയാണ്. ശ്രീചിത്രയുടെ സാന്നിധ്യം നമുക്ക് ഈ മേഖലയിൽ വലിയ പിന്തുണ നൽകുന്നതാണ്. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. അങ്ങനെ കമ്പനിക്കാകാൻ കഴിഞ്ഞത് ശ്രീചിത്ര വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം നിരവധി പ്രൊഡക്റ്റുകൾ അതിൻ്റെ ഭാഗമായിട്ട്, വാൽവ് ഉൾപ്പെടെ ഇപ്പോൾ ഒരു സ്റ്റെൻഡ് ഇതിൻ്റെ ഏകദേശം കമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലേക്ക് വരികയാണ്. ആ മീറ്റിങ്ങിൽ പുതിയ ഡയറക്ടറാണ്, അദ്ദേഹം ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ മെഡിക്കൽ ഡിവൈസസ് പ്രൊഡക്ഷൻ ഏറ്റവും ബെസ്റ്റ് ഇക്കോസിസ്റ്റം ഉള്ള സ്ഥലം കേരളമാണ്. ഇത് വേണ്ടത്ര പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കേരളത്തിന് കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ പരിമിതി. ഇതാണ് പുതിയ ഡയറക്ടറാണ്, അത് മലയാളിയല്ല, അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം എന്നുള്ളത്. ഇപ്പോൾ കോവിഡ് പറഞ്ഞല്ലോ, കോവിഡ് വന്നവരെല്ലാവരും തന്നെ മിക്കവാറും ഡി ഡൈമർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവും. ഡി ഡൈമർ ടെസ്റ്റ് MISPA-I2, MISPA-I3 ഈ രണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ 1.25 കോടി ഡി ഡൈമർ ടെസ്റ്റുകൾ നടന്നിട്ടുള്ളത്. ഇത് രണ്ടും ഡെവലപ്പ് ചെയ്ത് പേറ്റന്റ് കിട്ടുകയും കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നടത്തുകയും ചെയ്ത കമ്പനി എറണാകുളത്താണ്, അഗാപ്പെ. 70 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള കമ്പനിയാണ്. ഞാനത് പല മീറ്റിങ്ങിലും പറയും, പലർക്കും അത്ഭുതമാണ്, ഇങ്ങനൊരു കമ്പനി ഉണ്ടോ കേരളത്തിൽ? അപ്പോൾ ഇന്ത്യയിൽ കോവിഡിനനുബന്ധിച്ചുള്ള പ്രോഗ്നോസിസിൻ്റെ 75% ഓഫ് ദ ടെസ്റ്റ് നടത്തിയിട്ടുള്ള ആ കൺസ്യൂമബിൾസ് എല്ലാം ഡെവലപ്പ് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത കമ്പനി കേരളത്തിലാണ്. അതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. കോർപ്പറേറ്റ് ഓഫീസ് കടയിരിപ്പ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്, ഫാക്ടറിയും അവിടെ തന്നെയാണ്. ആ കമ്പനിക്കാണ് ഇൻഡിജിനിയസ് ഡെവലപ്മെൻറ്റിൻ്റെയും കമേഴ്ഷ്യലൈസേഷൻ ടെക്നോളജിയുടെ പ്രസിഡന്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ കരുതരുത്, നമ്മളിതിനെക്കുറിച്ച് അറിയുന്നത്. എന്നാൽ അവിടെ എങ്ങാനും ആരെങ്കിലും പോയി ഒരു കൊടി കുത്തിയിരുന്നെങ്കിൽ ലോകമാകെ അറിയുമായിരുന്നു ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നുള്ളത്. നമ്മുടെ നെഗറ്റീവാണ് നമ്മുടെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഈ പോസിറ്റീവ് കാര്യങ്ങൾ അധികം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. നെഗറ്റീവാണെങ്കിൽ അപ്പോൾ എല്ലാ ഭാഷയിലേക്ക് എത്തും. ഫ്രഞ്ച്, സ്പാനിഷ്, ഏത് ഭാഷയിലേക്കും പെട്ടെന്ന് വാട്സപ്പ് യൂണിവേഴ്സ് വഴി എത്തിക്കൊണ്ടിരിക്കും. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി എറണാകുളം ജില്ലയിലാണ്. 10,000 ആളുകൾ പണിയെടുക്കുന്ന കമ്പനി, കൃത്രിമ പല്ല്, ആർട്ടിഫിഷ്യൽ ടീത്ത് ഉണ്ടാക്കുന്ന ലാർജസ്റ്റ് കമ്പനി എറണാകുളം ജില്ലയ്ക്കകത്താണ്. അതുപോലെ തന്നെ ലോകം ഉപയോഗിക്കുന്ന ഒലിയോറസിൻ്റെ 65% ഉണ്ടാക്കുന്ന സ്ഥലം കേരളമാണ്. ലോകത്താകെ കേരളമാണ് സ്പൈസസ് പ്രോസസ്സിങ്ങിൻ്റെ ഗ്ലോബൽ ഹബ് എന്നുള്ളത്. അതിൻ്റെ ഗ്ലോബൽ 3 ലീഡേഴ്സും കേരളത്തിലാണ്, ഏറ്റവും ബെസ്റ്റ്. അതിൽ ഒരു കമ്പനിയെ 2,000 കോടി രൂപയ്ക്കാണ് ഒരു നോർവീജിയൻ കമ്പനി കഴിഞ്ഞ ദിവസം അതിൻ്റെ 67% ഓഫ് സ്റ്റേക്ക് ടേക്ക് ഓവർ ചെയ്യുന്നത്. 2,000 കോടി രൂപയ്ക്കാണ് നോർവീജിയൻ കമ്പനി. ഇതൊന്നും നമ്മുടെ പൊതുമണ്ഡലത്തിലേക്ക് വരുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സയൻസ് പാർക്ക് ഉണ്ട്. നമുക്കിപ്പോൾ അതിൽ വൈറോളജി, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി തന്നെ കിടപിടിക്കാവുന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഇന്ന് കേരളത്തിലുണ്ട്. വരുന്ന വേരിയൻസ് പോലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന, ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ പുതിയ തോന്നയ്ക്കലിലെ ലൈഫ് സയൻസ് പാർക്കിനകത്തുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ലൈഫ് സയൻസ് പാർക്ക് 360 ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബയോകോണിൻ്റെ MD ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തുകയുണ്ടായി.
അപ്പം അത് അത്തരം സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഈ കണക്ട് ശക്തിപ്പെടുത്തുന്നതിൻ്റെ പല തുടക്കങ്ങൾ ഈ കാലയളവിലുണ്ടായി. അതിലിപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പൈസ് പ്രോസസ്സിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കമ്പനി, അവർ 20 കോടിയാണ് ഇവിടെ നിക്ഷേപിക്കാമെന്ന് ഞാൻ അവരുടെ പരിപാടിയിൽ കഴിഞ്ഞ ദിവസം പോയിരുന്നു. 20 കോടിയുടെ സെൻറ്റർ ഇവിടെ ആരംഭിക്കുകയാണ് സിന്തേറ്റ് ഗ്രൂപ്പ്. ഇവിടെ തന്നെ പിടിക്കൊണ്ട് കെൽട്ടോൺ സെൻറ്റർ ആരംഭിച്ചു, NPOൻ്റെ സെൻറ്റർ ഉണ്ട്. ഓരോ ഇൻഡസ്ട്രീസും ഇതുപോലെ സ്ഥാപനങ്ങൾക്കകത്ത് സെൻറ്ററുകൾ ആരംഭിക്കുകയാണ്. പുതിയ തുടക്കമാണ്. അപ്പം അതിന് പറ്റുന്ന രൂപത്തിൽ സർവകലാശാലകൾ ട്രാൻസ്ഫോം ചെയ്യണം. നിങ്ങൾ UGCയുടെ 2022 പുതിയ ഗൈഡ് ലൈൻ നോക്കിയിട്ടുണ്ടാകും. ട്രാൻസ്ഫോമിങ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 3 ആസ്പെക്റ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, 2 മൾട്ടി ഡിസിപ്ലിനറി ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, 3 ഓട്ടോണമസ് കോളേജ്. ഈ മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൾട്ടി ഡിസിപ്ലിനറി ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതാണ് ട്രാൻസ്ഫോമിങ്. അതാണ് UGC ഇപ്പോൾ 2022 സെപ്റ്റംബറിൽ പുറത്തിറക്കിയിട്ടുള്ള ഗൈഡ് ലൈൻ. അപ്പം അതോടുകൂടി പല സങ്കല്പം മാറാണ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ലോ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ പോവാണ്. ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്താണ് ഈ മൾട്ടി ഡിസിപ്ലിനറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ്. കാരണം ഈ സബ്ജക്റ്റുകൾ തമ്മിലുള്ള അതിർവരമ്പുകൾ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനകത്ത് മാത്രം നിന്നുകൊണ്ട് നമുക്കിപ്പോൾ ഗവേഷണം നടത്താൻ പറ്റില്ല. അപ്പം അതിൻ്റെ പോളിസി ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. ഫാക്കൽറ്റി മൾട്ടി ഡിസിപ്ലിനറി ഫാക്കൽറ്റികൾ ഉണ്ടാകണമെന്നുള്ളതാണ്. മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് സെൻ്ററുകൾ ഉണ്ടാകണം. ആ രൂപത്തിലേക്ക് അക്കാഡമിക് കൗൺസിലുകൾ വേണം. ഇപ്പോൾ ആര് ഡിഗ്രി കൊടുക്കും? മൾട്ടി ഡിസിപ്ലിനറി ഏത് ഫാക്കൽറ്റി കൊടുക്കും? MSc ആണെങ്കിൽ ഈ ഫാക്കൽറ്റി കൊടുക്കാം, MA ആണെങ്കിൽ ആ ഫാക്കൽറ്റി കൊടുക്കാം. അത് ആർട്സ് ആകാം, അത് സയൻസ് ആകാം. ഇതെല്ലാം കാലഹരണപ്പെട്ട ചിന്തകളാണ്. നിങ്ങൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ചാകുമ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ഫാക്കൽറ്റികൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി അവാർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് 2022 ഈ UGCയുടെ ഗൈഡ് ലൈനുകളിൽ യോജിക്കാവുന്നതുണ്ട്, വിയോജിക്കാവുന്നതുണ്ട്. കാരണം കോളേജ് സങ്കല്പങ്ങളെല്ലാം അതിനകത്ത് മാറ്റുന്നുണ്ട്. എല്ലാം ഈ 3 ഉള്ളൂ. ഒന്ന് മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൾട്ടി ഡിസിപ്ലിനറി ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓട്ടോണമസ് കോളേജസ്. ഇത് 3 ആ ഗൈഡ് ലൈന് ഭാവിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് വരുന്നുള്ളൂ. അപ്പം അതിൽ ഈ റിസർച്ചിൻ്റെ ഈ മൾട്ടി ഡിസിപ്ലിനറി സംവിധാനങ്ങൾ അതിന് പറ്റുന്ന രൂപത്തിലേക്ക് സർവകലാശാലകൾ മാറ്റി തീർക്കാൻ കഴിയണം. കേരളത്തിൽ ഞങ്ങളിപ്പോൾ ഒരു കൺസോർഷ്യം രൂപീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഡിവൈസസുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ചേർന്നുകൊണ്ടുള്ള കൺസോർഷ്യമാണ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പം അതും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്ര സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഈ നോളജ് ട്രാൻസ്ലേഷൻ ക്രോസ് ഡിസിപ്ലിനറി നാഷണൽ കോൺഫറൻസിൻ്റെ അതുപോലെ വർക്ക്ഷോപ്പിൻ്റെയും നിഗമനങ്ങൾ ഇത്തരം പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായിരിക്കും. അതാണ് നോളജ് ബേസ്ഡ് ഇക്കണോമിയിലേക്കും നോളജ് ബേസ്ഡ് സൊസൈറ്റിയിലേക്കുള്ള കേരളീയ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആയുധമായി മാറുന്നത്. നോളജ് ബേസ്ഡ് ഇക്കണോമി മീൻസ് നോളജ് ബിക്കംസ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. അതാണ് പ്രധാനം. അറിവാണ് മൂലധനം. അതിന് ഏതെങ്കിലും ചതുര വടിവുകൾക്കകത്തുള്ള അറിവുകളല്ല ആവശ്യം എന്നുള്ളതും പ്രധാനമാണ്. അത്തരം നിഗമനങ്ങളിലേക്ക് നിങ്ങളുടെ ഈ സെമിനാർ സഹായകരമായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. I now invite Dr. Samir Kumar Brahmachari from our Director General CSIR for remarks on the workshop. Thank you, Honorable Ministers on the dais and distinguished people on the dais and off the dais. When Dr. Rajan Gurukul arm twisted me to take this responsibility, I was wondering, why am I? So then I realized I was trained by a very illustrious Professor G.N. Ramachandran, who came from Palghat and who created molecular biophysics unit in exactly 50 years back, which had physics, biology, chemistry integrated. So thanks, Honorable Minister. As you mentioned, today 50 years later, we are actually talking about transdisciplinary medicine. But Professor Ramachandran, a son of Kerala,
actually thought and implemented 50 years back. And I am a product of that institute. I also became the first student of that Department of Molecular Biophysics to become faculty and professor of that institute. So therefore, my second connection to Kerala comes from the first student of mine as a faculty I had from Kerala, Dr. Lata, now she is Dr. Lata Kadalal, from a very illustrious family of Kerala. Then I was realizing that actually I am beneficiary of Kerala because the most outstanding student that I have is Dr. Vinod Skaria, who did PhD with me at Delhi and helped to build, as a third generation, to build the genomics in India. And he connected Kerala institution. I was also lucky to be mentored by Professor Vijayan, who is no more, and who has been one of the illustrious scientists from Kerala. And when I did open source drug discovery project involving 8,700 students from 130 countries, Kerala was one of the largest contributors. And we have one of the disciples, Dr. Jalil, from Calicut, who actually led 1,000 students of Kerala into this project. So therefore, I have a faith that Kerala, with this outstanding health outcome, with the least mortality and about 10,000 beds, highest in the country, Kerala with highest literacy, why it will not be able to do a knowledge economy and create it, an integrated science. So I believe the startups that we have, we can take a lead in medtech, medical technology. Within the minister, I'm seeing his interest. Yesterday evening he was here, today he's here. That's a very positive direction. So I believe you have this workshop is basically bringing unconnected individuals to be connected. Innovation is nothing but connecting the unconnected dots. And I introduced today one of the medical professors to one of the illustrious scientists of Kerala, ex-director of Trivandrum, and I said, I'm introducing you to her. So this workshop is actually will allow, you have 4 outstanding institutions, CSIR NIST at Trivandrum, you have ISA at Trivandrum, you have Chitra Tirunal, and you have Rajiv Gandhi Center for Biotechnology. 4 centers of excellence of research. How do you connect them to the medical institutions when the state has one of the best health record and health infrastructure? And it is beyond the only state health system, it should be also the private healthcare. You have one of the fantastic hospital, I know, Amma is a hospital. I have been involved in the very beginning of it. So my suggestion is this workshop is all about bringing people together. I know, being a son of Bengali parents and grew up in 23 years in Calcutta, in turmoil years of 60s, it's not easy to bring people together. And if you ask me, the only qualification I have, which Professor C.N.R. Rao is to be surprised, that how did I manage to write and develop Indian Genome Variation Project with 158 co-authors, including 24 scientists and rest students. And that's the credential I have. I believe if you have a level 5 leadership where leader vanishes and you bring the people and give micro-attribution the credit, which was done for open source drug discovery as well as
Indian Genome Variation Consortium, I think it is impossible is possible. And I know in people of this state has very individual views and very strong opinions. Similar is West Bengal, where I did some job. I can tell you, it's like herding the cats. How do you bring together? Everybody is smart and bright, so it's not herding the bhera, not the ships, it is herding the cats. And being as a DG CSIR, which is my last qualification, I have handled also Trivandrum, NIST scientists and across. It's a tough job. So, but I think younger generation, through this workshop, should believe it is possible. If only you believe it is possible, then it will happen. If you don't get that belief at the end of 2 days of workshop, I will say then this committee will not be able to do anything. Thank you very much. Thank you, sir. Now, for remarks on the strategy of the workshop, I invite Dr. Salim Yusuf, Distinguished Professor, School of Medical Science, McMaster University, Canada. Good afternoon, everybody. I know I'm standing between you and lunch, so I will be very brief. First, thank you, Professor Gurukul, for your initiative and your hard work. The second part, most of you don't know, he's done a huge amount of work. Thanks to the ministers, the chief ministers and the others for their patronage, because your blessings are important for this to go forward. Thank you to Samir. Thank you also to the guests, the other participants in the workshop who spoke, but also the people who attended and asked for very good comments. Kerala has a tradition of good health for all at low cost. This is a tradition that goes back 50 years, perhaps from the enlightened Maharajas who valued education in Kerala, and then also free healthcare. This is the basis of Kerala's success, both in literacy as well as in health. But both literacy and health do not stand still. Things change, the world around us changes, and other parts of the world, including other parts of India, are moving ahead. Some are overtaking us. Now, we need a system to generate new knowledge. And that's what research is about. That has not been valued to the extent it should be valued in India, and also in a state like Kerala, which has very high levels of literacy. Remember, literacy is not the same as education. Now, there are places in the world like Israel that are powerhouses in health research, which have driven their economy to new levels. Research will help improve health. It will improve social well-being and can be the driver of the economy. So research is critical because it transforms our way of thinking. Keralites are argumentative, and that is both a good thing and not necessarily a good thing. The good thing is it means we question, we do not accept the status quo. If we translate that thinking into action, much will come out of it. If we remain argumentative without transforming it, it is what we call hot air. We have to change from hot air to hot action. The state has done a great job in controlling childhood diseases. Our infant mortality rates are amongst the lowest in the world. We have done well in controlling many infectious diseases. Much of this is not only the established medical system, but it's also the
paramedical system of allied healthcare that has led to it. What we now are facing is a new epidemic. The new epidemics of non-communicable diseases of middle age, diabetes, hypertension, heart disease, stroke, and cancers. And with our population growing older, which is a success, we're also facing new challenges. The diseases of old age, frailty, Alzheimer's, memory loss, loss of independence. So health never stands still. There will be new challenges, there are new frontiers, and for that we need to have new learnings. That new learnings come from research. I hope this initiative will not end with a 2-day conference, but it'll just be the start of a new beginning where the health care system in Kerala and the health education system in India will transform itself to absorbing existing knowledge, to generating new knowledge. And if we do that within a generation, it'll benefit all of us, it'll benefit our children and their children for a long time to come. So I wish you, Dr. Gurukul, all the best with your initiative. It is far-reaching, and congratulations for starting us. Thank you. Thank you, sir. I now invite Professor K.N. Madhusudanan, Honorable Vice Chancellor, Cochin University of Science and Technology. Honorable Minister for Higher Education, Dr. Bindu, Honorable Minister for Industries, Sri P. Rajiv, dignitaries on the dais and off the dais, participants of this workshop. I'm extremely happy to stand before you this morning as a host of this workshop organized by Higher Education Council. This is a very important workshop happening at a very, very important time. We are all talking about transformation in various spheres of life. And my concern, obviously, is about transformation in higher education. To begin with, I would say higher education is the only sector which was not impacted by the changes that has happened over the past 25, 30 years. But now we all agreed upon the need for transformation. Once we agree upon the need for transformation, then the question is, how do we transform? I believe transformation in higher education can happen only through collaboration and partnership. Why transformation did not happen to us before? Because we largely insulated ourselves from outside world. This has to change. This is part of transformation towards interdisciplinary and cross-disciplinary also. The departments associated with various disciplines of knowledge insulated from the neighboring department. And the universities or higher education systems as a whole insulated themselves from outside world. That is the kind of structure we built. And this is the time to disrupt everything and build new structures, new systems, new regulations, and so on. Partnership is the key. Partnership across disciplines, partnership across various components of our society. Obviously, industry is one of the most important factors as far as higher education is concerned. We are concerned about students going outside. Why? Because they get better learning experience outside. How they provide this better learning experience? This learning experience they are providing through internship, collaborative research with
people outside the educational system, that is industry and many other factors. So we have to have this here. And this particular event is about knowledge translation. Knowledge translation also happens through this partnership. So knowledge translation in medical field especially, that is, I think, the focal theme of this workshop. This is a very complex field, I would say, medical field, because this requires, I don't think medical doctors alone can do transformational research in medicine. We need scientists, basic science. Even today, now we need engineering as a very, very important component of transformation, even in medical field. So we need to come together. Everyone need to come together if we wanted to make this transformation happening in our state and country in general. So this is a big opportunity to come together and to think about how to move forward, what is our future. We need people from life science. Our core competency has in few areas of this. We have strong engineering divisions, technology-oriented departments, life science. We are very eager to work with medical doctors and medical professionals and scientists in that field. We have a small example which we have started. We have partnered with Carcinos, which is a upcoming cancer research center in the city. They have a very wonderful laboratory established here, very near here, 6 kilometers from here. A world-class laboratory. We have entered into a memorandum of understanding for research collaboration with Carcinos. Hopefully we will take up cancer-related research and application of information technology and computer technology in that field. So these are all, we are very eager to have partnership with the people around, systems around. So this is the message from my side I would like to give you. We are looking for problems and partners. So I wish this conference, a workshop, all the very best. I'm sure we'll have a wonderful takeaway from this conference, and we all can work together. Thank you. Thank you, sir. And now, for the formal vote of thanks, I call upon Dr. Rajan Varghese, Member Secretary, Kerala State Higher Education Council. Mr. Samir Brahmachari has mentioned about GNR, GN Ramachandran. Actually, he is from here, Kochi, Ernakulam district. This is his 100th centenary year. And Cochin University has decided to celebrate the centenary year of GNR. And we hope CSIR and personally from your side all support for celebrating the centenary year of GNR. Thank you. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഈ 2 ദിവസത്തെ ദേശീയ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളെ, സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പദ്ധതികളാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് നമ്മുടെ സർവകലാശാലകളിൽ സ്ഥാപിക്കുന്ന ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്ററുകളാണ്. ഒരു സെൻറ്ററിന് ഏകദേശം 20 കോടി രൂപയാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതാണ്ട് 10ഓളം സർവകലാശാലകൾക്ക് ട്രാൻസ്ലേഷൻ റിസർച്ച് സെൻറ്ററുമായി മുന്നോട്ട് പോകാനുള്ള അനുമതിയും സംസ്ഥാന സർക്കാർ നൽകിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു അക്കാദമിക പരിസരം സൃഷ്ടിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഈ ദേശീയ വർക്ക്ഷോപ്പിലൂടെ ചെയ്യുന്നത്. അതിൽ പ്രധാന മേഖലയായി എടുത്തിട്ടുള്ളത് ധാരാളം മിടുക്കരായിട്ടുള്ള ഡോക്ടർമാരും വിദ്യാർത്ഥികളുമൊക്കെയുള്ള മേഖലയാണ് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല. ഒരുപക്ഷെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയുടെ ആ മികവിനനുസരിച്ച് അതിൻ്റെ ഗവേഷണം നമ്മുടെ സംസ്ഥാനത്ത് മുന്നോട്ട് വന്നിട്ടില്ല. ആ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു വിഷയം നമ്മുടെ അക്കാദമിക സമൂഹം, പ്രത്യേകിച്ച്
മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആ സമൂഹത്തിൽ ചർച്ച ചെയ്യുക എന്നത് ആണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല വളർച്ചയ്ക്കും വികാസത്തിനും വലിയ സപ്പോർട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും നൽകുന്നത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെയും ഈ കോൺഫറൻസിൻ്റെയും പേരുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആണ്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ കൂടിയാണ്. സംസ്ഥാനത്തെ അക്കാദമികവും മറ്റുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ പിന്തുണയാണ് ടീച്ചർ നൽകുന്നത്. ടീച്ചറിനും പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു. ഒരുപക്ഷെ നമ്മുടെ എറണാകുളത്തിൻ്റെയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെയും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മന്ത്രിയാണ് അഡ്വക്കേറ്റ് പി രാജീവ്. വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന ട്രാൻസ്ലേഷൻ റിസർച്ച് അതിൻ്റെ പ്രായോഗിക തലം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തൻ്റെ വകുപ്പിലും ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിലുമൊക്കെ വലിയ സപ്പോർട്ടാണ് അദ്ദേഹം നൽകുന്നത്. ഈ യോഗത്തിൽ ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തൊട്ട് അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചതിനും കൗൺസിലിൻ്റെയും എല്ലാവരുടെയും പേരുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. യോഗത്തിലെ പ്രഭാഷണങ്ങൾ നടത്തുന്ന യഥാർത്ഥത്തിൽ ഈ കോൺഫറൻസ് നയിക്കുന്നത് ഡോക്ടർ സമീർ കുമാർ ബ്രഹ്മചാരിയും ഡോക്ടർ സലീം യൂസഫുമാണ്. അവർ രണ്ടുപേരും ഇന്ന് രാവിലെ 9 മണിക്കുള്ള വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് സംസാരിക്കുക. ഈ മീറ്റിങ്ങിലും അവരുടെ സാന്നിധ്യം ഒരുപക്ഷെ നമ്മുടെ സർവകലാശാല സമൂഹത്തിനും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രത്യേക ഒരു ഉണർവ് നൽകുന്ന കാര്യത്തിൽ സംശയമില്ല. സമീർ കുമാർ ബ്രഹ്മചാരി അതുപോലെ തന്നെ ഡോക്ടർ സലീം യൂസഫ് എന്നിവർക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒത്തിരി പ്രമുഖരുണ്ട്. ഈ കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിക്കാൻ കൗൺസിലിന് എല്ലാവിധ സപ്പോർട്ടും നേതൃത്വവും നൽകുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ KN മധുസൂദനനാണ്. അദ്ദേഹത്തിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ PG ശങ്കരൻ, നമ്മുടെ ഡയറക്ടർ സ്റ്റുഡൻറ് സർവീസസ് ഡോക്ടർ ബേബി, ഇവരെല്ലാം വലിയ പിന്തുണയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത്. ഒരുപക്ഷെ എല്ലാവരും ആലോചിച്ചിട്ടുണ്ടാകും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് എങ്ങനെയാണ് മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരമൊരു ശില്പശാലയ്ക്ക് നേതൃത്വം നൽകാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലെ ബുദ്ധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 മാസമായി ബാംഗ്ലൂരിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഏകോപിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ സാറാണ്. രാജൻ ഗുരുക്കൾ സാറിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒത്തിരി പ്രമുഖരുണ്ട്. കുറച്ച് പേരുകൾ ഞാൻ പറയുകയാണ്. ഡോക്ടർ രാജീവ് സദാനന്ദൻ IAS, അതുപോലെ തന്നെ ഡോക്ടർ സുരേഷ് ദാസ്, നമ്മുടെ കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു പ്രൊഫസർ പ്രേം പയസ്, അതുപോലെ കൊച്ചി യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ മീര, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സെനറ്റ് അംഗങ്ങൾ, അക്കാഡമിക് കൗൺസിൽ അംഗങ്ങൾ, ഇവർക്കെല്ലാവർക്കുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ ഒരു സാന്നിധ്യമായി പറയേണ്ടത് സംസ്ഥാനത്ത് തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗവേഷണ മേഖല നോക്കുന്ന ഒരു സ്റ്റേറ്റ് ബോർഡ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇവിടെ നിലവിലുണ്ട്, റിസർച്ച്. അതിൻ്റെ അംഗങ്ങളും വളരെ കൃത്യമായി ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഫറൻസിൽ പങ്കെടുക്കുന്ന കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് മെഡിക്കൽ റിസർച്ച്, അതിൻ്റെ എല്ലാ പ്രതിനിധികളെയും ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ അനധ്യാപകർ ഇവരെല്ലാവരും ഈ കോൺഫറൻസിൻ്റെയും ഈ ഉദ്ഘാടന മീറ്റിങ്ങിൻ്റെയും സംഘാടനത്തിൽ വലിയ പിന്തുണയാണ് നൽകുന്നത്. അവർക്കെല്ലാവർക്കുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ഈ കോൺഫറൻസിൽ ഡെലിഗേറ്റ്സ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർ, അവസാന വർഷ MBBS വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ PG മെഡിക്കൽ വിദ്യാർത്ഥികൾ, നവകേരള പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇങ്ങനെയുള്ള ഒരു അക്കാദമിക സമൂഹം. പിന്നെ സംസ്ഥാനത്ത് സർവകലാശാലകളിലെ ട്രാൻസ്ലേഷൻ റിസർച്ച് കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന അധ്യാപകർ എല്ലാ സർവകലാശാലയിൽ നിന്നും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സർവകലാശാല വൈസ് ചാൻസലർമാർ
ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, പ്രോ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. With that, we come to the formal conclusion of the inaugural program.